ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്ന്, റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 11,182 കോടിയിൽ നിന്നും 17,448 കോടിയിലേക്ക് ഇടിഞ്ഞു. കമ്പനിയുടെ റവന്യൂ 11% വർദ്ധിച്ച് 2,31,132 കോടിയിൽ നിന്നും 2,57,823 കോടിയിലേക്ക് ഉയർന്നു. എബിറ്റ 2% വർദ്ധിച്ച് 41,906 കോടിയിൽ നിന്നും 42,748 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 18.1% നിന്നും 16.6% ഇടിഞ്ഞു. ഇനി റിലയൻസിൻ്റെ പ്രധാനപ്പെട്ട സെഗ്മെൻറ്റുകളിലെ പെർഫോമൻസ് നോക്കിയാൽ റിലയൻസ് ജിയോ പ്ലാറ്റ്ഫോമിൻ്റെ പ്രോഫിറ്റ് 11.7% വർദ്ധിച്ച് 5,101 കോടിയിൽ നിന്നും 5,698 കോടിയിലേക്ക് എത്തി. ജിയോ പ്ലാറ്റ്ഫോമിൻ്റെ റവന്യൂ 12.8% വർദ്ധിച്ച് 30,640 കോടിയിൽ നിന്നും 34,548 കോടിയിലേക്ക് എത്തി. റിലയൻസ് റീറ്റെയിൽ വെഞ്ചറിൻ്റെ പ്രോഫിറ്റ് 4.6% വർദ്ധിച്ച് 2,436 കോടിയിൽ നിന്നും 2,549 കോടിയിലേക്ക് എത്തി. റിലയൻസ് റീറ്റെയിൽ വെഞ്ചറിൻ്റെ റവന്യൂ 8.1% വർദ്ധിച്ച് 69,948 കോടിയിൽ നിന്നും 75,615 കോടിയിലേക്ക് എത്തി. ഓയിൽ ടു കെമിക്കൽ സെക്ടറിലെ കമ്പനിയുടെ റവന്യൂ 18% വർദ്ധിച്ച് 1,33,031 കോടിയിൽ നിന്നും 1,57,133 കോടിയിലേക്ക് എത്തി. ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലെ റവന്യൂ 33.4% വർദ്ധിച്ച് 4,632 കോടിയിൽ നിന്നും 6,179 കോടിയിലേക്ക് എത്തി. HDFC ബാങ്ക്, വിപ്രോ തുടങ്ങിയ മെയിൻ സ്റ്റോക്കുകളെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. HDFC ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പനിയുടെ സ്റ്റാൻഡ് അലോൺ പ്രോഫിറ്റ് 2% ഇടിഞ്ഞ് 16,511 കോടിയിൽ നിന്നും 16,174 കോടിയിലേക്ക് എത്തി. റവന്യൂ മാർജിനലി 2.6% വർദ്ധിച്ച് 29,076 കോടിയിൽ നിന്നും 29,837 കോടിയിലേക്ക് എത്തി. HDFC ബാങ്ക് അതിന് മുകളിലുള്ള പ്രൊവിഷനിൽ വളരെ വലിയ കുറവ് വരുത്തിയിട്ടുണ്ട്. 13,511 കോടിയിൽ നിന്നും പ്രൊവിഷൻ എമൗണ്ട് 2,602 കോടിയിലേക്ക് കുറച്ചു. ബാങ്കിൻ്റെ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ ഗ്രോസ് NPA 1.24% നിന്നും 1.3% ഉയരുകയും നെറ്റ് NPA 0.33% നിന്നും 0.39% ഉയരുകയും ചെയ്തു. വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ വിപ്രോയുടെ IT സർവീസ് റവന്യൂ 0.8% ഇടിഞ്ഞ് 22,079 കോടിയിൽ നിന്നും 21,896 കോടിയിലേക്ക് എത്തി. വിപ്രോയുടെ എബിറ്റ 0.4% ഇടിഞ്ഞ് 3,619 കോടിയിൽ നിന്നും 3,605 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 10 ബേസിസ് പോയിന്റ് ഉയർന്ന് 16.4% നിന്നും 16.5% ഉയരുകയും ഡോളർ റവന്യൂ 1.2% ഇടിഞ്ഞ് 2,687 കോടിയിൽ നിന്നും 2,625 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനിയുടെ IT സർവീസ് റവന്യൂ 2,600 മുതൽ 2,682 മില്യൺ ഡോളറിനിടയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. യൂണിയൻ ബാങ്കിൻ്റെ പ്രോഫിറ്റ് 13% വർദ്ധിച്ച് 3,236 കോടിയിൽ നിന്നും 3,679 കോടിയിലേക്ക് എത്തി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 6.5% വർദ്ധിച്ച് 8,840 കോടിയിൽ നിന്നും 9,412 കോടിയിലേക്ക് എത്തുകയും ഗ്രോസ് NPA 4.76% നിന്നും 4.54% ഇടിയുകയും നെറ്റ് NPA 1.03% നിന്നും 0.9% ഇടിയുകയും ചെയ്തു. JSW എനർജിയുടെ പ്രോഫിറ്റ് 84% വർദ്ധിച്ച് 290 കോടിയിൽ നിന്നും 534 കോടിയിലേക്ക് എത്തിയെങ്കിലും കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 1.7% ഇടിഞ്ഞ് 2,927 കോടിയിൽ നിന്നും 2,879 കോടിയിലേക്ക് എത്തി. പതഞ്ജലി ഫുഡിൻ്റെ പ്രോഫിറ്റ് 199% വർദ്ധിച്ച് 87 കോടിയിൽ നിന്നും 262 കോടിയിലേക്ക് എത്തി. എന്നാൽ കമ്പനിയുടെ റവന്യൂ 7.6% ഇടിഞ്ഞ് 7,767 കോടിയിൽ നിന്നും 7,173 കോടിയിലേക്ക് എത്തി. യെസ് ബാങ്ക് ഒരു ഡീസൻറ്റ് ക്വാർട്ടർലി റിസൾട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. യെസ് ബാങ്കിൻ്റെ പ്രൊവിഷനിൽ വളരെ വലിയ കുറവ് വന്നെങ്കിലും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 46.7% വർദ്ധിച്ച് 343 കോടിയിൽ നിന്നും 502 കോടിയിലേക്ക് എത്തി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 12% വർദ്ധിച്ച് 2,000 കോടിയിൽ നിന്നും 2,244 കോടിയിലേക്ക് എത്തുകയും ഗ്രോസ് NPA 1.7%-നടുത്തും നെറ്റ് NPA 0.6% നിന്നും 0.5% ഇടിയുകയും ചെയ്തു. JSW സ്റ്റീലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വളരെ മോശമാണ്. കമ്പനിയുടെ പ്രോഫിറ്റ് 64% ഇടിഞ്ഞ് 2,428 കോടിയിൽ നിന്നും 867 കോടിയിലേക്ക് എത്തി. റവന്യൂ 1.7% വർദ്ധിച്ച് 42,213 കോടിയിൽ നിന്നും 42,943 കോടിയിലേക്ക് എത്തി. എബിറ്റ 21% ഇടിഞ്ഞ് 7,046 കോടിയിൽ നിന്നും 5,510 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 16.7% നിന്നും 12.8% ഇടിയുകയും ചെയ്തു. RBL ബാങ്കിൻ്റെ പ്രോഫിറ്റ് 29% വർദ്ധിച്ച് 288 കോടിയിൽ നിന്നും 372 കോടിയിലേക്ക് എത്തി.
RBL ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 20% വർദ്ധിച്ച് 1422 കോടിയിൽ നിന്നും 1700 കോടിയിലേക്ക് എത്തി. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 5.53% നിന്നും 5.6% ഉയരുകയും ഗ്രോസ് NPA 2.65% നിന്നും 2.69% ഉയരുകയും നെറ്റ് NPA 0.74% ഫ്ലാറ്റായി തുടരുകയും ചെയ്യുന്നു. JK സിമെൻറ്റിൻ്റെ പ്രോഫിറ്റ് 67% വർദ്ധിച്ച് 110 കോടിയിൽ നിന്ന് 184 കോടിയിലേക്ക് എത്തി. റവന്യൂ 1.6% വർദ്ധിച്ച് 2762 കോടിയിൽ നിന്നും 2807 കോടിയിലേക്ക് എത്തി. ക്രെഡിറ്റ് എക്സിസ് ഗ്രാമീൺ ബാങ്കിൻ്റെ പ്രോഫിറ്റ് 14% വർദ്ധിക്കുകയും റവന്യൂ 28% ഉയരുകയും ചെയ്തെങ്കിലും ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റി ഡെറ്റോറിയേറ്റ് ആയിട്ടുണ്ട്. റവന്യൂ 720 കോടിയിൽ നിന്നും 926 കോടിയിലേക്ക് ഉയർന്നു. പ്രോഫിറ്റ് 346 കോടിയിൽ നിന്നും 397 കോടിയിലേക്ക് ഉയർന്നു. റൗട്ട് മൊബൈലിൻ്റെ പ്രോഫിറ്റ് 11% ഇടിഞ്ഞ് 91 കോടിയിൽ നിന്നും 81 കോടിയിലേക്ക് എത്തി. റവന്യൂ 14% വർദ്ധിച്ച് 967 കോടിയിൽ നിന്നും 1103 കോടിയിലേക്ക് എത്തി. ഒബിറോയ് റിയാലിറ്റി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. പ്രോഫിറ്റ് 81% വർദ്ധിച്ച് 321 കോടിയിൽ നിന്നും 584 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 54% വർദ്ധിച്ച് 910 കോടിയിൽ നിന്നും 1400 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. തേജസ് നെറ്റ്വർക്കിൻ്റെ പ്രോഫിറ്റിൽ 47% ഇടിവ് വന്നു. 146 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 77 കോടിയിലേക്ക് ഇടിഞ്ഞു. അതേസമയം റവന്യൂ 17% വർദ്ധിച്ച് 1326 കോടിയിൽ നിന്നും 1562 കോടിയിലേക്ക് എത്തി. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. CPSE അതായത് സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ അപ്ഗ്രേഡഡ് ലിസ്റ്റ് പ്രകാരം IRCTCയെ ഷെഡ്യൂൾ ബിയിൽ നിന്നും ഷെഡ്യൂൾ എയിലേക്ക് മാറ്റിയിട്ടുണ്ട്. EMS എന്ന കമ്പനിക്ക് അർബൻ സെക്ടർ ഡെവലപ്മെൻറ്റ് ഏജൻസിക്ക് ഉത്തരാഖണ്ഡ് അർബൻ സെക്ടർ ഡെവലപ്മെൻറ്റ് ഏജൻസിയിൽ നിന്നും വാട്ടർ സപ്ലൈ, സീവേജ് സിസ്റ്റം എന്നിവ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി 535 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. വേദാന്ത എന്ന കമ്പനിയുടെ QIP അവസാനിച്ചു. 8500 കോടി രൂപയാണ് കമ്പനി 19.31 കോടി ഇക്വിറ്റി ഷെയറുകൾ 440 രൂപയ്ക്ക് സെൽ ചെയ്ത് കമ്പനി സമാഹരിച്ചിരിക്കുന്നത്. JSW ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനി JSW സ്റ്റീലിൻ്റെ സബ്സിഡറി കമ്പനിയായ JSW ഉത്കൽ സ്റ്റീൽ എന്ന കമ്പനിയുടെ ഒരു പ്രോജക്റ്റ് അക്വയർ ചെയ്തിട്ടുണ്ട്. 1700 കോടി രൂപയുടെ പ്രോജക്റ്റാണ് കമ്പനി അക്വയർ ചെയ്തിരിക്കുന്നത്. ആൾകാർഗോ ഗതി എന്ന കമ്പനിയുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ വോളിയം അതായത് കാർഗോ വോളിയം 1,00,000 ടണ്ണിന് മുകളിലേക്ക് കടന്നിട്ടുണ്ട്. അതേസമയം കാർഗോ വോളിയത്തിൽ മന്ത് ടു മന്ത് 3% ഇടിവും ഇയർ ഓൺ ഇയറിൽ 2% ഇടിവും രേഖപ്പെടുത്തി. ONGC എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ONGC അസേരി ചിരാഗ് ഗുൻഷാലി എന്ന കമ്പനിയുമായി ചേർന്ന് സെയിൽ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ കമ്പനിയുടെ സ്റ്റേക്കുകൾ അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് കമ്പനികളും പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ആനന്ദ് രാജ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ആനന്ദ് രാജ് ഗൂഗിളുമായി ചേർന്ന് ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, മാനേജ്ഡ് സർവീസ്, ക്ലൗഡ് പ്ലാറ്റ്ഫോം, പബ്ലിക് പ്രൈവറ്റ് എൻ്റർപ്രൈസസ് മാനേജ്മെൻറ്റ് തുടങ്ങിയവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇന്നോവേറ്റീവ് ടെക്നോളജി സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഗൂഗിളുമായി പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.